ഹായ് ഹലോ നമസ്കാരം. ചെനക്കത്തൂർ പൂരത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. സംസ്ഥാന വിനോദസഞ്ചാര ഭൂപടത്തിലിടമുള്ള ഈ പൂരം കാണാൻ വലിയ ജനപങ്കാളിത്തം തന്നെ ഇപ്രാവശ്യമുണ്ട്. ചെനക്കത്തൂർ പൂരത്തനിമയുടെ അയ്യയ്യോ വിളികൾ നമുക്ക് ചുറ്റിലും അലയടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടാകും കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ. പൊയ്ക്കുതിരകളും തേരും ഗജവീരന്മാരും പഞ്ചവാദ്യവും പാണ്ഡ്യമേളവും കുടമാറ്റും കണ്ണഞ്ചിപ്പിക്കുന്ന വെടിക്കെട്ടും എല്ലാം ഈ പൂരത്തിൻ്റെ വർണ്ണക്കാഴ്ചകളാണ്. ഒന്നും പറയാതിരിക്കാൻ വയ്യട്ടോ. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ കുതിരക്കളി നടക്കുന്ന ചെനക്കത്തൂരുമാണ്. 7 ദേശങ്ങളിൽ നിന്നുമുള്ള ഒരുപാട് പൊയ്ക്കുതിരകളുണ്ടാകും. ഒരുപാട് പേർ ചേർന്ന് കുതിരയെ തോളിലേറ്റി അയ്യയ്യോ എന്ന് വിളിച്ചുകൊണ്ടാട്ടോ ഈ കുതിരക്കളി നടക്കുന്നത്. അതൊരു നല്ല രസമുള്ള കാഴ്ച കേട്ടോ. ശരിക്കും നമുക്കൊരു കാണേണ്ട കാഴ്ച തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കുതിരക്കളി കഴിഞ്ഞാൽ അതിന് പിന്നാലെ തന്നെ പിന്നെ തേരിൻ്റെ വരവാണ്. അങ്ങനെ തേരിൻ്റെ വരവ് കഴിഞ്ഞാലാണ് പിന്നെ ഗജവീരന്മാരുടെ വരവ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ 7 ദേശങ്ങളിൽ നിന്നുള്ള ഒരുപാട് ഗജവീരന്മാർ കിഴക്ക് വശവും പടിഞ്ഞാറ് വശവും നിരന്നു വെക്കും. അങ്ങനെയാണ് ആനപ്പൂരം നടക്കുന്നത്. അതൊക്കെ കാണേണ്ട ഒരു അടിപൊളി കാഴ്ചയാണ്. ആ ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ആ കാഴ്ച കാണുമ്പോൾ ശരിക്കും ഒരു രോമാഞ്ചിഫിക്കേഷൻ ആട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. ആനപ്പൂരവും കുടമാറ്റൊക്കെ ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും. ആ സമയം തന്നെ പല ദേശങ്ങളിലായിട്ടുള്ള ആഘോഷ വരവുകൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ടാകും. അത് നമ്മൾ കാണാതിരിക്കരുത് കേട്ടോ. അവിടെ വന്നു കഴിഞ്ഞാൽ അതൊന്ന് കണ്ടു നോക്കണേ. പേര് കേട്ട ഗജവീരന്മാരും അതുപോലെ ശിങ്കാരിമേളവും അതുപോലെ നീണ്ടു നിവർന്നു കിടക്കുന്ന ജനസാഗരത്തിനിടയിൽ നിന്നിട്ട് പൂരം ആഘോഷിക്കുമ്പോൾ അതിൻ്റെ ഒരു വൈബ് വേറെ തന്നെ കേട്ടോ. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. വരവ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ദേശത്തിന്റെ ആദ്യ വെടിക്കെട്ട് നടക്കുന്നുണ്ട് കേട്ടോ. പൂരത്തിന്റെ വരവിനിടയിലും എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ച ഒരു ദേശത്തിന്റെ വരവുണ്ടായിരുന്നേ. അതിപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാവർക്കും ഒരു ബോധവൽക്കരണം കൂടി അവർ ഇതിലൂടെ ഉദ്ദേശിച്ചു എന്ന് വേണമെങ്കിൽ പറയട്ടോ. അത് തീർച്ചയായും ഒരു പ്രശംസനീയമായ കാര്യമായിരുന്നേ. അങ്ങനെ ഈ വർഷത്തെ പൂരം ഞങ്ങൾ ശരിക്കും അടിച്ചു പൊളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. വൈകിട്ട് പെയ്ത മഴ പൂരത്തിന്റെ ഒരു ആവേശം കെടുത്തോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. പക്ഷേ ഈ ചെനക്കത്തൂർ പൂരത്തിന് ഒരു ആവേശം കെടുത്താൻ അതിന് പറ്റിയിട്ടില്ല. അത്രയ്ക്ക് ആവേശമായിരുന്നു കേട്ടോ പൂരം. അങ്ങനെ അടുത്ത ദിവസം ഒരു പുലർച്ചെ 2 മണി ഞങ്ങൾ നാടെത്തുകയും ചെയ്തു. ഓക്കെ ബൈ, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.